നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോവുകയാണ്. ഇപ്പം എൻ്റെ മോള് പൂ പറിക്കുന്നുണ്ടോ വലുതി കൊടുക്കാൻ. അരളിപ്പൂടെ പറയുവോളെ. രാവിലെ ഇപ്പം സമയം 5:30. അയ്യോ സോറി 5:30 6 മണി കഴിഞ്ഞ്. നമ്മൾ പൂവുണ്ട്. ഇത് ശിവന് ഇഷ്ടപ്പെട്ട പൂവാണ്. നമ്മളെ കുടുംബക്ഷേത്രം മയ്യനാടാണ്. അപ്പം നമ്മൾ മയ്യനാടാണ് പോകാൻ പോണത്. നിങ്ങൾ പറഞ്ഞ് ശിവന് ഇഷ്ടപ്പെട്ട പൂ ഇതാണെന്ന് ആൾക്കാർ കമന്റിലിടുക. ശിവ നേരിട്ട് വന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട പൂ. അല്ല ഇത് ശംഖുപുഷ്പമൊക്കെയാണ് ശിവന്റെ പൂക്കള്. ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് അരളി വീട്ടിൽ വളർത്താൻ പാടില്ല എന്നൊക്കെ പറയും. ശരിക്കും ഉണ്ട്. എന്ത് മഞ്ഞരളി. മഞ്ഞരളി ചെമ്പരത്തി പൂ വറക്കുന്നുണ്ട് അവന്. അതുകൊണ്ട് വിരിഞ്ഞു വരുന്ന. പക്ഷെ ഒരു വലിയ ഇല എടുക്കാനുള്ളായിരുന്നല്ലേ. വലിയ ഇല എടുക്കട്ടെ. അതുകൊണ്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. വലിയ ഇല ഉണ്ട് ഇവിടെ, കട്ട് ചെയ്തെടുക്കാം അല്ലേ. പാറോ വീടല്ലേ ഇനി വന്ന് പോ പോരും. കുറേ കിട്ടിയില്ലേ? കുറേ ഉണ്ട്. മണ്ടയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നലെ പറിച്ച് ഹാരം കിട്ടിയായിരുന്നു. ഒരു വലിയ ഹാരം കെട്ടാളം ഉണ്ടായിരുന്നു അല്ലേ പൂ. നമുക്ക് മോൻ വണ്ടി കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. വരുന്നത് പൈസെങ്കിലും വാങ്ങിച്ചു കൊടുത്തേ. ഒരു ലേസെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കഷ്ടമുണ്ട്. വിശന്നിട്ടായിരിക്കും. രാവിലെ 5 മണിക്ക് വിളിച്ച് ഉണർത്തി കൊച്ചുങ്ങളെ. റോഡ് മാറിയോടാ മോനെ? ഇത് തന്നെയല്ലേ? തന്നല്ലേ? നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അത്രത്തോളം അങ്ങോട്ട് പിടുത്തമില്ല. ഇപ്പം നമ്മൾ വയ്യാണ്ടായപ്പോഴത്തേക്ക്, എനിക്ക് വയ്യാണ്ടായപ്പോൾ പറഞ്ഞു നമ്മൾ കുടുംബക്ഷേത്രത്തിൽ വരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എപ്പോഴും സമയം കിട്ടുമ്പോൾ വരാറുണ്ട്. നാട്ടിൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ സമയം കണ്ടിട്ടു എന്നിട്ട് നമ്മളങ്ങനെ വരാറുണ്ട്. പക്ഷെ ഏതാണ്ട് 10-11 ദിവസമായി ഞാൻ വന്നിട്ട്. ഞാൻ വിചാരിച്ചു നമ്മൾ വന്നു കഴിയുമ്പോൾ അസുഖങ്ങളൊക്കെ ഒന്ന് കുറയണമെങ്കിലാണ് നമ്മളൊരു വിശ്വാസമല്ലേ. അപ്പോൾ മെയിനായിട്ട്
മെയിനായിട്ട് നമുക്ക് കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ പോകണമെന്നാണ് പറയണത്. ഹലോ ഗൈസ്, മീനു മാളൂട്ടി അച്ഛന് വഴി തെറ്റിയിടി. മാമൂട്ടി പൂക്കടയൊന്നും കാണാനല്ലേ ഞങ്ങളെ? വഴി തെറ്റിയെന്നാണ്, പണി കിട്ടിയെന്നാണ് തോന്നണത്. പക്ഷെ ഗൂഗിൾ അമ്മായി വഴി തെറ്റിച്ചോടി ശാലുമോളെ. നോക്ക്, ട്രെയിൻ പാളം കഴിഞ്ഞ് അപ്പുറത്ത് പോകണമല്ലേ? മയ്യനാട് പള്ളി വരും. ശരിയാണ്, പള്ളി. ഇവരുടെ അടുത്ത് പറയാം, അവര് വാങ്ങിത്തരും. വഴി തെറ്റി മോനെ, ഇതല്ല അല്ലേ? എനിക്കും തോന്നി. ആ ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിക്കാം. മേലേക്കാവ് ക്ഷേത്രം അല്ലല്ലേ? ഗൂഗിള്. അയ്യോ പണി പാളി. അവരോടൊന്ന് ചോദിച്ചവന്, മോനെ ചോദിച്ചവന്. മേലേക്കാട്ട് ക്ഷേത്രത്തിൽ പോണം. മേലേക്കാവ് ദേവീക്ഷേത്രത്തിൽ. ഈ റോഡ് എവിടെ ചെന്ന് കയറും? കായലാണ്. അയ്യോ റോഡ് വഴി തെറ്റി. എന്താ പറ്റിയോനെ? വഴി തെറ്റി. അങ്ങനെ ഒരു ക്ഷേത്രമേ ഇവിടെ ഇല്ലാന്ന് ചേട്ടന്മാർ പറയണേ. നമുക്ക് വഴി തെറ്റി. വഴി തെറ്റി. ഗൂഗിൾ അമ്മാവി ചതിച്ചു. ചതിച്ചു. ഗൂഗിൾ നോക്കിയ ആള് ധാരിക്കണം ഉണ്ടാണ്ട് സൈലന്റ് ആയിപ്പോയി. ഇതാ എന്നാലും നമുക്ക് ഇങ്ങനെ പണി തരണ്ടായിരുന്നു അല്ലേ മാമോ? ഗൂഗിൾ അമ്മായി നമ്മളെ ചതിച്ചില്ലേ അവനെ? മാമൂട്ടി വിശന്നിട്ടാന്ന് തോന്നുന്നു. മോന്തയൊക്കെ ഒരു കുട്ടയുണ്ട്. മാമൂട്ടിക്ക് ഒരു പഴംപൊരി വാങ്ങിച്ചു കൊടുത്തിട്ട് തന്നെ ഇനി കാര്യം. മാമു ഒരു ഉമ്മ തന്നാ പഴംപൊരി ഇപ്പം മേടിച്ചു തരും. ഒരു ഉമ്മ തന്നാലേ പഴംപൊരി ഇപ്പം മേടിച്ചു തരും. ലേസും മേടിച്ചു തരും. ഉമ്മ ലേസ് തിന്നൂടാവോ? ആ ഒരു എന്നാ ഉമ്മ വരൂലേ? എന്നാ ഉമ്മ തന്നാ ലേസ് മേടിച്ചു തരും. പറ്റിക്കണേന്നല്ല. അതെ തന്നെ ഉമ്മതാ. എന്നാ അല്ല അതെ തന്നെ. എന്നാ പിന്നെ കായലിൽ ഇറങ്ങാനല്ലേ? നമ്മള് വഴി തെറ്റിപ്പോയി. നമ്മള് വഴി തെറ്റി എവിടെ ഒരു കായലിൽ വന്നു. നമ്മൾ ഒത്തിരി സമയം വന്നിട്ടുണ്ട്, എന്നാലും നമുക്ക് പിടുത്തം കിട്ടുന്നില്ലല്ലേ? കൊട്ടിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുമ്പോട്ടാണ് അവൻ കൂടെ. പക്ഷെ അതുപോലെ റോഡൊക്കെ ഇപ്പൊ ഈ പുതിയത് വന്നപ്പോ നമുക്ക് ഒന്നും അറിയാൻ വയ്യ. എന്താ മോനെ, എന്താ പറ്റി? ചോറിന് പൊട്ടിയോ എന്റെ കുഞ്ഞിന്റെ കയ്യ്? അയ്യോ കഷ്ടമുണ്ട്. പോട്ടാ. കൊതു കടിച്ചോ കുഞ്ഞിനെ? കൊതു കടിച്ചോ എന്റെ കുഞ്ഞിനെ? എന്റെ മാമൂന് കൊതു കടിച്ചോ? പോട്ടാ. മാമോ നമുക്ക് ചായ കുടിക്കാട്ടാ. ഇവിടെ പോയി ഇതേത് വഴി? കാറിനെന്താ നമ്മളെ വഴി തെറ്റി നമ്മൾ എവിടെ പോയി? ഇത് കറക്റ്റ് വഴിയാണേ? ഇതിപ്പോ മയ്യനാട് പോവാൻ പറ്റുമെന്ന് കൊടുത്തേക്കണം. അപ്പം പോയിരിക്കും. അങ്ങനെ മയ്യനാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിക്കാം. അതാണ്ട് ഇവിടെ പള്ളിയിൽ ഇതൊക്കെ കൊടുത്തേക്കല്ലേ അല്ലേ? അവക്ക് ബെൽറ്റ് ഊരി കൊടുത്ത ഉമ്മ തരാന്ന്. വേണ്ട, ഇത്ര നേരം ചോദിച്ചിട്ട് തന്നില്ലല്ലോ. എവിടെ പോവാ എന്റെ പാറു? യോ യോ ഒരണേ
ഉമ്മ തരാൻ വേണ്ടിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. അയ്യോ ചുണ്ടേ അമ്മാമ്മട ചുണ്ട് ദേ പോണ ഉമ്മ തന്നിട്ട് ഇവളെ കൊണ്ട് തോറ്റിട്ട് കള്ളച്ചിരി കള്ളച്ചിരി. ഓ എല്ലാം വാങ്ങിത്തരാം. എന്താണ് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ഈ കള്ള സ്നേഹം കാണിച്ചത്? ആ മോനെ അടിച്ചു നോക്കട. ഓ ഗൂഗിൾ അമ്മയുടെ ചോദിച്ചു എവിടെയാണ്. മേലേക്കാവ് ക്ഷേത്രം അടിച്ചാണ് വരും. മേലേക്കാവ് ക്ഷേത്രം അടിക്ക്. അങ്ങോട്ടാണോ? അങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇങ്ങോട്ടാണെന്ന് ഒരു പിടുത്തമില്ല. ഗൂഗിളന്മാര് ചോദിക്കട്ടെ. എന്താ മോനെ കാണുന്നില്ലല്ലേ? ആ ദേവീക്ഷേത്രം അല്ല, ദേവീക്ഷേത്രം ശിവക്ഷേത്രമല്ലേ നമ്മുടെ ക്ഷേത്രം? ശിവനും പാർവതിയല്ലേ? പക്ഷെ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ടവറൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയ്ക്ക് അതിനൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. 2-3 പ്രാവശ്യം വന്നതാണ്. ചോ എന്റെ ദൈവമേ, ഇത് വേറെ എവിടെ പോയി? ഏതോ ഒരു കാട്ടിൻ്റെ ഇടയിലോ. കാടോടാ മെയിൻ റോഡിൽ കയറ്. ഗൂഗിൾ എന്തായിരുന്നു അടിക്കും? മേലേക്കാവ് ക്ഷേത്രം. നമ്മളാള് ചൂടിലാണ്. അടി മയല പുലിച്ചിറ പള്ളിയടി, പുലിച്ചിറ പള്ളിയുടെ അപ്പം കിട്ടണേ നേരത്തെ കയറിയാൻ പോവാം. വഴി തെറ്റിപ്പോയി ഗൈസ്. അത് എന്ന് വന്നിരുന്നാലും തടസ്സങ്ങളാണ്. എപ്പോഴും നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിരുന്നാലും നമ്മൾ കുറച്ചു നേരം നമ്മളായിട്ട് വലയ്ക്കും. എന്നിട്ട് നമ്മളിവിടെ വരുവുള്ളൂ. ഇപ്പം ഏതാണ്ട് മോള് വന്നിട്ട് 7 വർഷമായില്ലേ ഇവളെ? എത്ര വർഷം? 7 വർഷമാവും. അപ്പം ഒത്തിരി നമ്മളായിട്ട് വലയ്ക്കുന്നുണ്ട് എപ്പോഴും വന്നിരുന്നാലും. എന്തോ തടസ്സങ്ങളാണ്. നമ്മൾ തിരിച്ചു പോവാം. ലെഫ്റ്റ് പോകാൻ പറയുന്നു മോനെ. മോന് വേണോ ഫോൺ? അങ്ങ് തരട്ടെ. മാമു ഇവിടെ ഇരി മക്കളെ, ഇവിടെ വീഴും. ആ ഓ ശരി ശരി. അവള് വള വയ്ക്കണതാണ് ഗെയ്സ് ഇവിടെ. ഇവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ടോ? കസ്റ്റമർ ഉണ്ടോ? പായസം കഴിച്ചൂടെ? വിശക്കണമെങ്കിൽ നമുക്ക് തിരുമേനിയുടെ അടുത്ത് പറയാം, കൊച്ചിന് വിശക്കണ തിരി പായസം തരുമോന്ന് ചോദിക്കാം. പായസം വേണ്ട? ആഹാ, അമ്പാട്ടിയുടെ പായസം അല്ലേ കഴിക്കാനുള്ളേ. ഇതോ വീണ ഇപ്പൊ താല എവിടെയാണ്? മാള് ഉറങ്ങല്ലേ മാമു? ഇങ്ങനെ കേറിയിരി മാമു, വീഴും മാമു, തല അടിച്ച്. മാമു ദേഷ്യം കാണിക്കരുത്. നമ്മളിവിടെ ഇറക്കിയിട്ടിട്ട് പോവും. പോട്ടെ, ഇറങ്ങണേ ഇവിടെ. കണ്ടോ ഇതൊക്കെയാണ് തുറക്കുന്നുണ്ടോ? വാശിയുണ്ട അമ്മ അടിക്കും കേട്ടാ. നിങ്ങൾ എന്തോ നേടേ
ഇവിടെ ഉത്സവമാണ്. ഇവിടെ ഉത്സവമാറായി. ഇതാണ് പുലിച്ചിറ പള്ളി കേട്ടാ. ഉത്സവമാറായി ഇവിടെ. ഉത്സവം അല്ലേ? ഇതാണ് മയ്യനാടുള്ള പുലിച്ചിറ പള്ളി. ഇവിടെയാണ് 10 ദിവസത്തെ ഉത്സവം. പണ്ടൊക്കെ നമ്മൾ വരുമായിരുന്നില്ലേ, നമ്മളെ കുട്ടിക്കാലത്തൊക്കെ അമ്മ കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഇവിടെ മൊത്തം ഇവര് അന്ന് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഈ വീടുകളിലൊക്കെ ഇങ്ങനെ അന്നദാനം കൊടുക്കും, ചോറ് വണ്ടിയിലും ഒക്കെ. ഇപ്പം പക്ഷെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം ഇതാണ് പള്ളി. ഇപ്പൊ പള്ളിയില് ഇത് പള്ളി എത്തി. ഇനി സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ശരിയാ, സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 10 ദിവസം ഉത്സവമാണ്. ഇതാണ് മയ്യനാടുള്ള പുലിച്ചിറ പള്ളി. കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഈ പള്ളിയിൽ. കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഈ കൊച്ച് ഒരു പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോ ഈ കൊച്ച് കായലിൽ ചെന്ന് വീണുപോയി. എങ്ങനെ പിടിച്ച് നമ്മള് കയറ്റി ഇതിനെ. ഇത് വെള്ളത്തിലിറങ്ങിയതാണ് 7 വർഷം മുന്നേ അല്ലേ? അമ്മേ, വെള്ളത്തിൽ അങ്ങനെ പോയിരുന്നെങ്കിൽ അമ്മയുടെ തുന്തറി പോയിരുന്നെങ്കിൽ കണ്ട അഹങ്കാരം പറയണേ. പോയിരുന്നെങ്കിൽ നന്നായിരുന്നേ. എന്ത് എന്തൊരു വാക്കുകൾ. അപ്പുറം വഴി കൂടെ പോവേണ്ടേ? പള്ളി അടിച്ചിട്ടേക്കണോണ്ടേ ഈ വഴി ഇനി മേലേക്കാവടി മക്കളെ. മേലേക്കാവ് ക്ഷേത്രത്തിൽ കാണിക്കണില്ലേ? മാമ ഉഞ്ഞ കയറി വീഴും മോനെ. നമ്മൾ വീണ്ടും വഴി തെറ്റി ഗൈസ്. ഏതാ ഒരു കായൽ കണ്ടോ അവിടെ. വഴി തെറ്റും. നമ്മളെ എപ്പോഴും ഈ അമ്പലത്തിൽ വന്നിരുന്നാലും നമ്മളെ കുറേ വലച്ചിട്ട് ലാസ്റ്റ് കൊണ്ടെത്തിക്കുള്ളൂ. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മീനുവിനെയും കൊണ്ട് നമ്മൾ ഇതിനൊക്കെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് വന്ന സമയത്ത് നമ്മളെ ഇറങ്ങില്ലേ വീട്ടിൻ്റെ അവിടെ നിന്ന് വണ്ടി എടുത്ത് കണ്ണൻ്റെ ടയറ് മൊത്തം വണ്ടി അവിടെ കയറിയിട്ട് നമ്മൾ പൂ പറിച്ചില്ലേ, അവിടെ വന്ന ടയർ കീറിപ്പോയി. കീറി എൻ്റെ ദൈവമേ എന്തോരം പാടുപെട്ടെന്നറിയാൻ വരാൻ. വണ്ടി ഒരു വിധത്തിൽ പിന്നെ മേലോട്ട് കയറൂല, താഴോട്ട് ഇറങ്ങൂല, മേലോട്ടും കയറൂല. 2 വയർ ബാക്കിലത്തെ ഇതൊക്കെ അങ്ങ് സ്റ്റക്കായിപ്പോയി. ടയറൊക്കെ സ്റ്റക്കായി. പിന്നെ കുറേ ചരളൊക്കെ വാരിയിട്ട് കുറേ പേര് വന്നിട്ട് തള്ളി മണ്ട കയറ്റി. പിന്നെ നമ്മൾ ടയറൊക്കെ മാറ്റി. ഇവൻ താഴെ ഇറക്കിയത് റോഡിൽ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് വണ്ടി. പക്ഷെ അന്നും ഇങ്ങനെ തന്നെ കുറേ തടസ്സങ്ങളായിരുന്നു. എപ്പോഴും വന്നാലും നമ്മളെ ഒത്തിരി ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ട് അതാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് എന്നെ കണ്ടാൽ മതി എന്നാണ്. ഇപ്പം എൻ്റെ ചാലൂട്ടീനെയും കൊണ്ട് 7 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. മോനും ഇല്ലായിരുന്നു. മോനും ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് വലഞ്ഞിട്ടൊക്കെ അങ്ങ് എത്തിയാൽ മതി എന്നാണ് പറയുന്നത് ശിവന്. എൻ്റെ മാമൂട്ടിയുടെ പഴംപൊരിയും പോയി, ചായയും പോയി, എല്ലാം പോയി. എന്ത് ചെയ്യും മക്കളെ? നമ്മള് വഴി തെറ്റിപ്പോയടാ. ഒരു വീടാ. ഇപ്പൊ നമ്മളെവിടെ കായലിന്റെ അവിടെ വീണ്ടും പോയി. നന്നായി അല്ലേ കളെ? നന്നായി. ഏത് കോടി എവിടെ നിന്ന്? ഇവിടെയെങ്കിലും നമ്മളെ ജ്യോതി അമ്മാമ്മേടെ വീട് ഇവിടെയെങ്കിലും അല്ല. നമ്മളെവിടെ വന്ന് എവിടെ ദൂരത്തൊക്കെ വന്ന് നമ്മള്. ആ മോനിപ്പുറത്തിറങ്ങിയിരുന്നോട് അവിടെ ഓട്ടിക്കട്ടെ വണ്ടി. അല്ലെങ്കിൽ തുടരുന്നേ കേട്ടാ. മാള് ഉറങ്ങല്ലേ മാള്? നിങ്ങള് വണ്ടി കുരുത്തക്കേടാണ്. ബാക്കിൽ വന്നിരുന്നേ രണ്ടുപേരും കൂടി. ബാക്കി അമ്മ അവിടെ ഇരിക്കട്ടെ. വാ.
ഉറങ്ങി ചവിട്ടി കൂട്ടും പറഞ്ഞിട്ടുണ്ട്. കുരുത്തക്കടാണ് ചടിയാണ് അടി അടി. അമ്മമ്മ എടി ആരെടുത്ത്? എന്നാ പിന്നെ ഞാൻ പോണേ, എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുവാനെ. പോട്ടെ ഞാൻ എന്നാ പിന്നെ എയർപോർട്ടിൽ പോട്ടെ, അവന് നേരെ എയർപോർട്ടിൽ പോട്ടെ. പോണം, ഞാൻ പോണം അപ്പാപ്പൻ്റെ അടുത്ത്. ഞാൻ അപ്പാപ്പൻ്റെ അടുത്ത് പോണം. അപ്പാപ്പൻ തിരിച്ചു വരൂല. വരൂല, ഞാനും വരൂല. ഞാനും വരില്ല, അപ്പാപ്പനും വരില്ല. ഓക്കെ. ഞാൻ വരില്ല. എൻ്റെ അപ്പാപ്പൻ മാത്രം വരും. എന്നാ പിന്നെ കാണട്ടെ, അപ്പാപ്പൻ വരുമോ ആര് വരുമോ കാണട്ടെ. അപ്പാപ്പൻ വരൂലല്ലോ ഇനി. ചോദിന് അപ്പാപ്പൻ വരുമോന്ന് ചോദിച്ചാണ്. ചോദിന് അപ്പാപ്പ വരുമോ ചോദിന്, അറിയാലോ ചോദിന്. ഫോണിൽ കൂടെ ചോദിര്, ഫോണിൽ കൂടെ അപ്പാപ്പൻ കാണുന്നുണ്ട്. ചോദിര് ചോദിര് അപ്പം വരുമോ ചോദിര്. കൊച്ചിന് മിഠായി ഒക്കെ വാങ്ങിച്ചിട്ട് വരുമോ? ഞാൻ വിടൂലല്ലോ അതിന്, ഇപ്പോഴല്ലേ വരുവുള്ളൂ. നമുക്ക് ആരുടെയും ചോദിക്കാം മോനിപ്പോ. റെയിൽവേ സ്റ്റേഷൻ അടിച്ചു ചോദിക്കാൻ. റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ടണാ? അതന്നെ. ഈ അമ്മാമ്മയ്ക്കൊക്കെ ഇവിടെ എങ്ങനെ സ്ഥലം ഇവിടെ കിടന്നാ പോരിരുന്നു. ഇവിടെ നിന്നൊക്കെ പോണം. എന്തിനാണ് ഇവിടെ നിന്നൊക്കെ അത്രയും ദൂരത്തോട്ടൊക്കെ വന്നത്? ഇവിടെയൊക്കെ നല്ല സ്ഥലങ്ങളും അല്ലേ? ഇവിടെയൊക്കെ നല്ല സ്ഥലങ്ങളല്ലേ? അവിടെ കിടക്കത്ത് തോന്നുന്നു നമ്മളതാണ് മക്കൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട, മാമൂദിന് ഇവിടെ ഇഷ്ടപ്പെട്ട. മക്കളെ ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടാ. മാമൂട്ടി മാമോ കണ്ട സ്കൂളൊക്കെ കാണുമല്ലേ? ഏത് മോനെ? ഇങ്ങനെയാണ് നോക്കട്ടെ, ചോദിക്കണേ. ഈ വഴിയാണോ മോനെ? നോക്ക്, എവിടെയെങ്കിലും ഒരു ടവറുണ്ട്. ടവർ വെച്ച് പിടിച്ച് ഇത് തന്നെ മോനെ. ഇപ്പൊ തിരിക്കണം. ഇതല്ലടാ, ഇത് കൂടെ മുന്നോട്ട് പോയാണ്. അല്ല 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 മോനെ, മുന്നോട്ട് പോകണം. നമ്മുടെ ആ ക്ഷേത്രത്തിനകത്തോ? അതിവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇത് കൂടെ മുന്നോട്ട് പോണം കേട്ടോ. ഈ ക്ഷേത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊന്നും ജനിച്ചിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ ഒരു വരണ സമയത്ത് നമ്മളൊന്നും ഇല്ല, നമ്മളൊന്നും ജനിച്ചിട്ടില്ല. അമ്മാമ്മയുടെയൊക്കെ ചെറുപ്രായത്തിലാണ് അവരൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വന്നത്, ആറ്റിങ്ങിൽ വന്നത്. മേലെ പറമ്പാണോ മേലെ കാവ്? ദോ കാണുന്നു ടവർ. ദോ കാണുന്നു. അങ്ങനെ ഒരു ടവറുണ്ട് അമ്പലത്തിന്റെ അടുത്തായിട്ട്. ചോദിക്കാനോ? ആ അതന്നെ. നോക്കിക്കോണേ. തന്നെ ഇവിടെയാണ് ചോദിക്കുമ്പോൾ ചോദിച്ചാലോ? മേലേക്കാവ് ക്ഷേത്രം എവിടെയാണ് ചോദിക്കുക? പിള്ളേരുടെ ചോദിക്കുക. മേലേക്കാവ് ക്ഷേത്രം എവിടെയാണ്? മേലേക്കാവ് ക്ഷേത്രം ഒരു ശിവക്ഷേത്രമാണ്. അതോ പോണോ മോനെ? പൊക്കോ പൊക്കോ, ടവർ കാണുന്നോണ്ടേ. കണ്ടാ? പൊക്കോടാ, കണ്ടടാ.
മാമൂട്ടി ഇവിടെ ഉള്ളവർക്ക് അറിഞ്ഞൂടെ മേലേക്കാവുന്നു. അതാണേ മേലേക്കാവ് ക്ഷേത്രം അറിഞ്ഞൂടെ എത്രയാ അടുത്ത് വന്നിട്ട് അറിഞ്ഞൂടാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാരും അമ്പലത്തിലും പോവില്ലല്ല. അതല്ല അപ്പുറത്തപ്പുറത്ത് അപ്പുറത്തെവിടെയാണ്. അപ്പോൾ ഒരുപാട് കറങ്ങിയതിന് ശേഷം നമ്മുടെ അമ്പലം കണ്ടുപിടിച്ചിരിക്കുന്നു. കണ്ടുപിടിച്ചില്ലേ? വലിയ തോട്ടത്ത് കാവാണ് കേട്ടോ. മേലേക്കാവ് പിന്നെ അടിച്ച ഗൂഗിൾ അമ്മായി എങ്ങനെ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ സോറി. മേലെ തോട്ടത്ത് കാവല്ലേ കളെ. പിന്നെ അടിച്ചു വെച്ചിരുന്നാ മതി. അപ്പൊ അങ്ങനെ അടിക്കുമ്പോ കിട്ടും. സ്വന്തം കുടുംബക്ഷേത്രത്തിന്റെ പേര് പോലും അറിഞ്ഞൂടാ. നമ്മള് ഇവിടെ നിന്നൊക്കെ കുവൈറ്റിലോട്ട് കെട്ടിയെടുത്തിട്ട് 20 വർഷമായില്ലേ. നല്ല പ്രായത്തിലേ പോയി. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മളെ നാട്ടിൽ വരുമ്പോഴാണ് അമ്പലത്തിൽ വരുന്നത്. അപ്പം എന്താ നമ്മുടെ ക്ഷേത്രം എത്തിയേട്ടാ. ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. അയ്യോ ഒന്ന് പൊങ്കാല ഉണ്ടായിരുന്നു. പൊങ്കാലയൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ നമ്മളെ തന്നെ വന്ന പൊങ്കാലയൊന്നും ഇടാത്തല്ലേ. അയ്യോ ഇറങ്ങല്ലേ. പൊങ്കാല ഇടുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മളെ കുടുംബക്കാരെ പേരെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും സംഭാവന കൊടുത്തതും. ഇത് അടച്ച മോനെ, ഇത് വേണ്ടല്ലോ. ബാഗ് ഇവിടെ ഇരിക്കട്ടെ. ഫോൺ മാത്രം എടുത്താൽ മതി. കാറുവോ പോണു. പിടിച്ചോ മാഡം. കൊണ്ട് ചേർന്നോ? ഇല്ല മോനെ, പൊങ്കാലടാണ്ട. നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച പൂവും നമ്മൾ അമ്പലത്തിൽ നിന്ന് ചരടൊക്കെ ജപിച്ച് പിന്നെ ഓടുന്നുണ്ടോ? നമ്മളെ ചരട് കെട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അമ്പലത്തിൽ വന്ന് ചരട് ജപിച്ച് കെട്ടയാണ്. ഉണ്ടാകണം കെട്ടാനെന്ന് പറയും. മൊത്തം ചരടാണ്. മാമ ഉണ്ടായിരുന്നോ? അയ്യോ പിന്നെ പാവം തോന്നും. എൻ്റെ അടുത്ത് കിടന്ന് വളരാനുള്ളത്. അവിടെ നിന്ന് ഇതെന്താ വേണ്ടാത്ത? ഇതെന്താ വേണ്ടാത്ത?
ഇത് കുടിക്കുമ്പോൾ തന്നെ അവർക്ക് വയറ് വീക്കും. അമ്മാമേനെ എന്തിനാ പറഞ്ഞ മാമൂട്ടി? നിങ്ങൾക്ക് ചുമ്മാ ഇരുന്നൂടെന്നേ, നിങ്ങൾക്ക് തീർന്നില്ലേ? എങ്ങനെ പറഞ്ഞേ പറേ മാമു? അമ്മമ്മ എൻ്റെ മോളെ വഴക്കൊരു പിന്നെ വന്ന് കുടിച്ചോട്ട് നിർത്താം. അപ്പൊ നിന്റെ മീന കുഞ്ഞ് ഇടോ? അവള് സിന്ദൂരം ഇട്ടത് ഞാൻ ഇടണം. അവള് സിന്ദൂരം ഇട്ടത് ഞാൻ ഇടണം. ചെയ്യാനാ പിള്ളേരെയൊക്കെ കാര്യം. മീന കുഞ്ഞ പിന്നെ സിന്ദൂരായിട്ടാ നീ കണ്ടായിരുന്ന? മീനും എന്ത് സിന്ദൂരം ഇട്ടത്? മീനിനെ കല്യാണം കഴിച്ചില്ലല്ലോ. ഇനി മീനിനെ നമ്മളെ കല്യാണം കഴിപ്പിച്ചിട്ടില്ലല്ലോ. മീനുകുഞ്ഞ കല്യാണം കഴിപ്പിച്ചിട്ടില്ലല്ലോ. ആരാണ് കല്യാണം കഴിച്ചത്? നീ എന്ത് സിന്ദൂരം ഇടാത്ത? കല്യാണം കഴിച്ചാലും സിന്ദൂരം ഇടോളാം. ഞാൻ സിന്ദൂരം ഇടൂല, എനിക്ക് ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല, ഞാനും ഇടൂല. ഞാനും അമ്മാമ്മയായി. നീ എന്നെ ചേച്ചിന്ന് വിളിച്ചോ? നീ എന്നെ ചേച്ചിന്ന് വിളിച്ചോ? നീ അമ്മന്ന് വിളിക്കണ്ട. നീ അമ്മന്ന് വിളിക്കണ്ട, നീ ചേച്ചിന്ന് വിളിച്ചോ? അപ്പൊ നീ പറഞ്ഞതാ ഞാൻ ഇല്ല, ഞാൻ ഇടൂല. ഞാൻ ഇടൂല. ഇല്ല. കുടിയില് സിന്ദൂരം ഉണ്ടാകുന്നു എടുത്തിട്ട്. ഇല്ല, സിന്ദൂരം ഇല്ല അതില്. എന്തൊക്കെയാ നിനക്ക് എന്ത്? ഇപ്പൊ സിന്ദൂരം ഇടുന്നില്ല. എന്നാ ഇപ്പൊ എന്ത് കുഴപ്പം? ഇപ്പൊ ഇല്ല, ഇടുന്നില്ല. ആ സിന്ദൂരം അല്ല, അത് സിന്ദൂരം അല്ല. അയ്യോ, ഇതെന്തൊക്കെയാണ് ഈ പറയണത്? ആ പോലീസിനെ അങ്ങ് വിളിച്ചു പറയേ. ആന്റിക്ക് ടാറ്റ കൊടു. ഉണ്ടായിരിക്കണം. എടുത്തോണ്ടങ്ങ് പോകും. ഇപ്പൊ വണ്ടി ഓടിക്കും. നീ വണ്ടി ഓടിക്കാൻ ചെറുതല്ലേടി മാളെ? ചെറുകൊണ്ട് ഓടി ഇങ്ങനെ വർത്താനം പറയണ പിള്ളേരെ പിടിച്ചോണ്ട് പോകും പോലെ. അതന്നെ. നിനക്ക് വിശപ്പൊക്കെ തീർന്നാ? വയറ്
വയറൊക്കെ നിറഞ്ഞോ? ഏ ഇത് വാഴക്കപ്പോ ഉണ്ടാക്കാൻ പഴമില്ലെന്ന് പറഞ്ഞു. ജ്യൂസ് കുടിച്ചത് ഒരു വലിയ ഗ്ലാസ്സിൽ. ഒരാൾ സൈലന്റ് ആണ്, അത് പിന്നെ സൈലന്റ് ഉണ്ടായിരുന്നു. ഇപ്പഴല്ലേ ജ്യൂസ് കുടിച്ചാ? മീനക്കുഞ്ഞിന്റെ കല്യാണം കഴിച്ച ആളിന്റെ പേരെന്താ? അരവിന്ദ് കൊച്ചിച്ച്. നീ എപ്പോഴും അരവിന്ദ് തന്നെ വിളിക്കൂലല്ലേ? അവൻ ഇത് അതെ, ഇത് കാണാം ഇത് കാണാം കേട്ടാ. കൊടുക്കണം. ആടെ ഇങ്ങോട്ടോക്ക്. ഇത് കൊച്ചച്ഛൻ കാണുന്നുണ്ടേ, മീനക്കുഞ്ഞിയും കാണുന്നുണ്ടേ. ഇന്നലെ മീനക്കുഞ്ഞ് അമ്മാമ്മ മോനെ അടിച്ചപ്പോഴേ മീനക്കുഞ്ഞ കൊച്ചിന്റെ അടുത്ത് എന്തേലും ചോദിച്ച? മാമു വെക്കാൻ പറ. അമ്പലം എത്തി. മീനക്കുഞ്ഞ് എന്തേലും പറഞ്ഞത് മക്കളുടെ അടുത്ത്? മോളെ അടിച്ചോ? എങ്ങനെ ചോദിച്ച അമ്മ? അങ്ങനെ ചോദിച്ച കുഞ്ഞ് തിരുന്നെന്ന് പറ, പെട്ടെന്ന് പറ. അത് വാങ്ങി തന്നെ പറ. എന്തൊരു പറ കുഞ്ഞ? എന്റെ മോളെ അടിച്ചു. എന്താ ചോദിച്ചു? അമ്മാമ എന്തിനാ കുരുത്തക്കേട് കാണിച്ചോല്ലോ കുഞ്ഞ്? അങ്ങനെ ചോദിച്ച കുഞ്ഞ? എന്റെ അമ്മ ഇവളാ വീണ്ടും അമ്മ മാടി തരുമെന്ന് പറഞ്ഞല്ലേ? ആ ചീപ്പ് വെച്ച് അടിക്കുമെന്ന് പറഞ്ഞല്ലേ എന്റെ കുട്ടിയെ? നമ്മളപ്പോ അമ്പലത്തിലെത്തി, മണ്ണാർശാലയിലെത്തി. പിന്നെ നമ്മൾ പോയിട്ട് കാണി.